ഭാരതാംബ ചിത്ര വിവാദത്തെ തുടർന്ന് കേരള സർവകലാശാലയിലുണ്ടായ സംഘർഷത്തിൽ രജിസ്ട്രാർ എന്ന് വൈസ് ചാൻസലർക്ക് റിപ്പോർട്ട് നൽകും. വിസിയുടെ അനുമതി കൂടാതെ ഡിജിപിക്ക് പരാതി നൽകിയതിലാണ് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. മനീഷ് മഹിവാലുണ്ട് ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങളുമായി. മനീഷ്, എന്തൊക്കെ കാര്യങ്ങൾ ഈ റിപ്പോർട്ടിൽ രജിസ്ട്രാർ വ്യക്തമാക്കും? എന്തൊക്കെയാണ് വിവരങ്ങൾ മനീഷ്? ഉന്മേഷ്, രജിസ്ട്രാർ അനിൽകുമാർ വ്യക്തമാക്കേണ്ട കാര്യം, ഒന്നാമത് അത് വൈസ് ചാൻസലറെ അറിയിക്കാതെ കൊടുത്ത പരാതി ആയതുകൊണ്ട് തന്നെ എന്തൊക്കെ പരാതിയിലുള്ള കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു, ഒപ്പം തന്നെ എന്തായിരുന്നു അവിടെ സെനറ്റ് ഹാളിൽ നടന്ന പരിപാടിയിലെ നിയമലംഘനം അല്ലെങ്കിൽ ആ രീതിയിൽ ഉണ്ടായ റിപ്പോർട്ടിനെ സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ ഇന്ന് വൈസ് ചാൻസലർക്ക് വ്യക്തമായ റിപ്പോർട്ട് നൽകേണ്ടി വരും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇതിൽ 24 മാനദണ്ഡങ്ങൾ അടങ്ങുന്ന കാര്യം ഈ സെനറ്റ് ഹാളിലെ പരിപാടിക്ക് മുൻപ് കരാറിൽ ഒപ്പിടേണ്ടതുണ്ടായിരുന്നു. ആ കരാറിൽ ഈ സംഘാടകരായിട്ടുള്ള ശ്രീ പത്മനാഭ സേവാ സമിതി ഒപ്പിട്ടിരുന്നു. പക്ഷേ അതിനകത്ത് മതപരമായ ഈ സർക്കാർ സ്ഥാപനമായ ഈ ഒരു സർക്കാരിൻ്റെ പരിപാടി അല്ലെങ്കിൽ കൂടി സെനറ്റ് ഹാളിൽ നടക്കുന്ന ഒരു സർക്കാർ സ്ഥാപനത്തിൽ നടക്കുന്ന പരിപാടിയിൽ അത്തരത്തിലുള്ള മതപരമായ ചിഹ്നങ്ങളോ ബിംബങ്ങളോ അല്ലെങ്കിൽ ആ രീതിയിലുള്ള ആശയപരമായിട്ടുള്ള കാര്യങ്ങളോ നടത്താൻ പാടില്ല എന്ന് നേരത്തെ തന്നെ അറിയിച്ചിരുന്നു. ആ 24 ഇന കരാറിൽ അത് ഉൾപ്പെടുന്നതായിരുന്നു. പക്ഷേ ഇത് ലംഘിക്കുകയാണെന്ന് മനസ്സിലായതോടുകൂടി തന്നെ ആ പരിപാടിക്കുള്ള അനുമതി നിഷേധിച്ചിരുന്നു. അങ്ങനെ അനുമതി റദ്ദാക്കിയ ശേഷം പിന്നീടും ഗവർണർ അടക്കം പരിപാടിയിൽ പങ്കെടുത്തു. സംഘാടകർ ആ പരിപാടിയുമായി തുടർന്നു. അങ്ങനെ സംഘാടകർക്കെതിരെ നടപടി വേണം, നിയമ നടപടി വേണം. സർവകലാശാലയുടെ മതനിരപേക്ഷ മുഖമാണ് ഇവിടെ ഈ പരിപാടിയിലൂടെ ലംഘിക്കപ്പെട്ടത് എന്ന രീതിയിലുള്ള കാര്യങ്ങൾ അറിയിച്ചുകൊണ്ടായിരുന്നു DGPക്ക് രജിസ്ട്രാർ അനിൽകുമാർ പരാതി നൽകിയിരുന്നത്, കത്ത് നൽകിയിരുന്നത്. ഈ കത്തിൻ്റെ ഉള്ളടക്കം ഒപ്പം തന്നെ ആ ഉള്ളടക്കത്തിനപ്പുറത്തേക്ക് ഒരു ഗവർണർ പങ്കെടുത്ത പരിപാടി ആയതുകൊണ്ട് തന്നെ വൈസ് ചാൻസലർ ഇത് സംബന്ധിച്ച് ആ പരിപാടിയിലെ മറ്റ് കാര്യങ്ങൾ കൂടി അറിയിക്കേണ്ടി വരും, രേഖാമൂലം തന്നെ അറിയിക്കേണ്ടി വരും. ഒപ്പം തന്നെ ഗവർണർ ഈ വിഷയത്തിൽ കടുംപിടുത്തത്തിൽ തന്നെയാണ്. കാരണം മുഖ്യമന്ത്രി ഇത് സംബന്ധിച്ച് ഗവർണർക്ക് ഇത് ഭരണഘടനാ വിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാണിച്ചു കൊടുത്ത കത്തിൽ മറുപടിയുമായി അതേ നാണയത്തിൽ തന്നെ ഗവർണർ മുഖ്യമന്ത്രിക്കും കത്ത് നൽകിയിരുന്നു. തൻ്റെ പരിപാടിയിൽ പങ്കെടുക്കുന്നതും കാവിക്കൊടി ഏന്തിയ ഭാരതാംബയുടെ ചിത്രം വെക്കുന്നതും അത് രാഷ്ട്രീയപരമായിട്ടുള്ള ആശയമല്ല, അത് രാജ്യത്തിൻ്റെ ഐക്യത്തിൻ്റെ പ്രതീകമാണെന്നും ഒപ്പം തന്നെ ഭരണഘടനാ തലവനായ ഗവർണറെ അപമാനിക്കുകയാണ് മന്ത്രി വി ശിവൻകുട്ടി ചെയ്തതെന്നും ശിവൻകുട്ടി പ്രോട്ടോകോൾ ലംഘനം നടത്തിയെന്നും ഗവർണർ പറയുന്നു. പക്ഷേ ഗവർണർ ഒരിക്കലും ഈ കത്ത് മുഖ്യമന്ത്രിക്ക് നൽകിയ കത്തിൽ മന്ത്രിക്കെതിരെ നിയമ നടപടി വേണമെന്ന് എവിടെയും ആവശ്യപ്പെട്ടിട്ടില്ല. പക്ഷേ ഇവിടെ ഈ സംഘാടകരായിട്ടുള്ള ശ്രീ പത്മനാഭ സേവാ സമിതിക്കെതിരെ നടപടി വേണമെന്ന് രജിസ്ട്രാർ DGPക്ക് കൊടുത്ത കത്തിൽ ആവശ്യപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ രീതിയിൽ എന്തൊക്കെ തരത്തിലുള്ള നിയമലംഘനങ്ങൾ അവിടെ നടന്നു എന്നടക്കമുള്ള വിശദമായ റിപ്പോർട്ടാണ് ഇന്ന് രജിസ്ട്രാർ VCക്ക് കൈമാറേണ്ടത്. ഉന്മേഷ്, ക്രിസ്റ്റീന. തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു മനീഷ് മഹിവാൽ.